ഇനി മൂന്നാമത്തെ മേജർ ന്യൂസ്, സാംസങ് ഒരു ബ്രേക്ക് ത്രൂ ടെക്നോളജി കൊണ്ടുവരികയാണ് അവരുടെ നെക്സ്റ്റ് SoC മാനുഫാക്ചറിങ്ങിൽ. സാംസങ്ങിൻ്റെ എക്സിനോസ് 2700 എന്ന പ്രോസസ്സറിൽ, അതായത് S27 സീരീസിൽ വരാൻ പോകുന്ന പ്രോസസ്സറിൽ അവർ POP മെത്തേഡിന് പകരം SBS മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് POP എന്ന് ചോദിക്കുന്നവർക്ക്, ഇത്രയും കാലം ഇറങ്ങിയ സ്മാർട്ട് ഫോൺസിലൊക്കെ പ്രോസസ്സറും റാമും ഇങ്ങനെ സ്റ്റാക്ഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കാൻ നേരത്തെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ SoCയിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ആ റാമിൻ്റെയും SoCൻ്റെ ഇടയ്ക്ക് ട്രാപ്പ് ആവുകയും അത് കഴിഞ്ഞിട്ട് ഈ ഒരു SoCൻ്റെ പെർഫോമൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു റാമും ഈ ഒരു SoCയും ഈ ഒരു സ്റ്റാക്ഡ് പൊസിഷനിലായതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും കുറച്ച് കൂടുതലെന്ന് പറയുമ്പോൾ മൈക്രോമീറ്റേഴ്സ് അല്ലെങ്കിൽ നാനോമീറ്റേഴ്സ് വളരെ കൂടുതലാണ്. ഈ ഒരു ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ സാംസങ് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുകളിൽ സ്റ്റാക്ഡ് ആയിട്ട് വെക്കാണ്ട് ഇത് രണ്ടും സൈഡ് ബൈ സൈഡാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സൈഡ് ബൈ സൈഡായിട്ട് വെക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആയൊരു പ്രോസസ്സാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ജനറലി GPUസിലും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ ചിപ്സെറ്റ്സിലും മാത്രമാണ് ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെ ഒരു മിനിയേച്ചറൈസ് ചെയ്തിട്ട് സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യാനാണ് സാംസങ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സൈഡ് ബൈ സൈഡ് ആയതുകൊണ്ട് നമുക്ക് സ്മാർട്ട് ഫോൺസിൽ സ്പേസിൻ്റെ ഒരു കൺസ്ട്രെയിൻറ്റ് ഉണ്ടാകും. അതെങ്ങനെയാണ് അവർ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. പിന്നെ സൈഡ് ബൈ സൈഡ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഒരുപാട് ഇങ്ങനെ ട്രാപ്ഡ് ആയിട്ടിരിക്കില്ല, അതുകൊണ്ട് തന്നെ SoC വേഗം തന്നെ ത്രോട്ടിലാവില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു നോർമൽ SoCക്ക് ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രോസസ്സിങ് പവറും ഉണ്ട്. അപ്പം സാംസങ്ങിൻ്റെ ഈ SBS മെത്തേഡിലൂടെ നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാനാണ് ചിപ്സെറ്റിനെ പറ്റുന്നത്. അതായത് ഹീറ്റ് കുറയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് സസ്റ്റെയിൻഡ് പെർഫോമൻസ് കിട്ടും. ഈ സസ്റ്റെയിൻഡ് പെർഫോമൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓൺ ഡിവൈസ് AI മോഡൽസിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. വലിയ ഓൺ ഡിവൈസ് AI മോഡൽസ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്യാമറാസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ നേരത്തേക്ക് പ്രോസസ്സർ ത്രോട്ടിൽ ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് ഇതുവരെ ആരും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ സാംസങ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ടെക്നോളജി ബാക്കിയുള്ള എല്ലാ കമ്പനീസും യൂസ് ചെയ്യാൻ തുടങ്ങുമായിരിക്കും. അപ്പോൾ സാംസങ്ങിനെ പറ്റി പറഞ്ഞതുകൊണ്ട് സാംസങ്ങിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള S27 സീരീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. S27 സീരീസിൽ ഇനി 4 ഫോൺസാണ് ഉണ്ടാവുക. എക്സ്ട്രാ ആയിട്ട് S27 Pro എന്ന് പറയുന്ന ഒരു ഫോണാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൽ S27 അൾട്രയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും. അതായത് ക്യാമറാസ് S27 അൾട്രയുടെ സെയിം ക്യാമറാസ് ആയിരിക്കും, പക്ഷേ അതിൽ S Pen ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ഹൈ എൻഡ് ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് iPhone Pro ആൻഡ് Pro Max അല്ലേ, അതേപോലത്തെ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെ ഒരു S tier ഫ്ലാഗ്ഷിപ്പ് ആൻഡ് ഒരു നോട്ട് ടിയർ ഫ്ലാഗ്ഷിപ്പ് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇവിടെ വരുന്നതാണ്